പേജ് നമ്പർ 123 അൺചേഞ്ചിങ് റിലേഷൻ. ഈ പേജിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഇഫ് വി സ്റ്റാർട്ട് വിത്ത് 1 ആൻഡ് ഡബിൾ അഗെയിൻ ആൻഡ് അഗെയിൻ വി ഗെറ്റ് ദ നമ്പേഴ്സ് 1, 2, 4, 8 ആൻഡ് 16 എക്സെട്ര. ടേക്ക് എനി 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഫ്രം ദീസ്. Why is the product of the first and the last number the same as the product of the middle two numbers? ക്വസ്റ്റ്യൻ കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇവിടെ 1 എന്ന ഒരു സംഖ്യ എടുത്തതിന് ശേഷം ആ 1 ഡബിൾ ആകുകയാണ്. 1ൻ്റെ ഡബിൾ 2 ആണ്. പിന്നീട് 2ൻ്റെ ഡബിൾ എടുക്കുകയാണ് 4, 4ൻ്റെ ഡബിൾ എടുക്കുകയാണ് 8, 8ൻ്റെ ഡബിൾ എടുക്കുകയാണെങ്കിൽ 16. ഇങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നത്. ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ ഏതെങ്കിലും 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കുക. ഇവിടെ നമുക്ക് ആദ്യത്തെ 4 നമ്പേഴ്സ് തന്നെ എടുക്കാം. 1, 2, 4, 8. ഇങ്ങനെ 4 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഗുണിക്കുമ്പോൾ, അതായത് 1 × 8 = 8 കിട്ടുന്നത് മിഡിൽ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിനോട് തുല്യമായിരിക്കും. അതായത് 2 × 4 = 8. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഞാൻ 2 സംഖ്യകൾ ഇവിടെ എടുക്കുകയാണ്. അതായത് ആദ്യത്തെ സംഖ്യ എടുക്കുന്നത് 3 ആണ്. 3നെ 8 കൊണ്ട് ഗുണിക്കുകയാണ്. 8 × 3 വരുന്നത് 24 ആണ്. ഇവിടെ നോക്കുക, ആദ്യത്തെ സംഖ്യയെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുകയാണ്. 3 × 2. ഓക്കെ, ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ എന്ത് ചെയ്യാണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 24 തന്നെയാണ് ആൻസർ കിട്ടേണ്ടത്. ഇവിടെ നോക്കാം, 3 × 2 6 ആണ്. 6 × 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 ആണ് കിട്ടുന്നത്. 6 × 4 24 ആണ്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. 1ൻ്റെ ഡബിളാണ് 2 വരുന്നത്. ഇവിടെ കാണുന്ന 8നെ 2 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 4 കിട്ടുന്നത്. അതുകൊണ്ടാണ് രണ്ടിൻ്റെയും ആൻസർ തുല്യമായിട്ട് വരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു സൂത്രവാക്യം പഠിച്ചതാണ്. ഇത് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് ദ സെയിം ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് വൺ ഓഫ് ദം ബൈ എ നമ്പർ ആൻഡ് ഡിവൈഡിങ് ദ അതർ ബൈ ദ സെയിം നമ്പർ. 2 സംഖ്യയെ, അതായത് 1 and 8 ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയ്ക്ക് തുല്യമായിരിക്കും. ആദ്യത്തെ സംഖ്യ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുക, രണ്ടാമത്തെ സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സ് 1, 2, 4 ആൻഡ് 8 ആണ്. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 1 × 8 കിട്ടുന്നത് 8 ആണ്. നടുവിലുള്ള 2 സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ 2 × 4 ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 8 ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, when the first 2 numbers 1 and 8 multiply, we get 8. Similarly, the middle 2 numbers 2 is the double of 1 and the 4 is the half of 8. Multiplied, we get 8 also. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സെയിം. ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു തന്നിരിക്കുന്നത്? 1, 2, 4, 8, 16 എക്സെട്ര ആയിരുന്നു തന്നിരുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും 3 സംഖ്യകൾ എടുക്കാം. അതായത് 2, 4, 8 എടുക്കാം. ഇങ്ങനെ 3 സംഖ്യകൾ എടുത്തതിന് ശേഷം ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയുമായിട്ട് സെൻറ്ററിലുള്ള സംഖ്യയ്ക്ക് എന്താണ് ബന്ധം? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ സംഖ്യ എത്രയാണ്? 2 ആണ്. 2ൻ്റെയും അവസാന സംഖ്യയായ 8നെയും ഗുണിച്ചാൽ കിട്ടുന്നത് 16 ആണ്. മിഡിലുള്ള സംഖ്യ ഏതാണ്? 4 ആണ്. 4 × 4 വരുന്നതും 16 ആണ്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം വരുന്ന 4 ഫസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ്. രണ്ടാമതായിട്ട് വരുന്ന 4 രണ്ടാമത്തെ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവ തമ്മിലുള്ള ഗുണനം 16 ആയിട്ട് കിട്ടുന്നത്. ആദ്യത്തെ സംഖ്യ എന്താണ്? 2 ആണ്. 2 × 2 വരുന്നത് 4 ആണ്. രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? 8 ആണ്. 8നെ 2 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 4 കിട്ടിയത്. അങ്ങനെയുള്ള 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 16 ആണ് കിട്ടുന്നത്. റീസൺ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് നമ്പർ 2 multiplied by തേർഡ് നമ്പർ 8 we get 16. മിഡിൽ നമ്പർ 4 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 4 ഓൾസോ വി ഗെറ്റ് 16. മിഡിൽ നമ്പറിനെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ വീണ്ടും കിട്ടുന്നത് 16 ആണ്. അപ്പോൾ ആ കിട്ടുന്ന 2 4നും എന്താണ് പ്രത്യേകത എന്ന് കൂടെ നമ്മൾ എഴുതേണ്ടതുണ്ട്. ബിക്കോസ് ഫസ്റ്റ് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 2 ആൻഡ് തേർഡ് നമ്പർ ഡിവൈഡഡ് ബൈ 2 വി ഗെറ്റ് 4. ആദ്യത്തെ സംഖ്യയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും മൂന്നാമത്തെ സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത് 4 ആണ്. സോ 4 multiplied by 4 we get 16. അതുകൊണ്ടാണ് ആദ്യത്തെ സംഖ്യയും അവസാന സംഖ്യയും ഗുണിക്കുമ്പോഴും നടുവിലത്തെ സംഖ്യയെ വീണ്ടും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴും 16 കിട്ടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1 എന്ന സംഖ്യ എടുത്തതിന് ശേഷം അതിനെ ട്രിപ്പിൾ, അതായത് 1 × 3 ചെയ്യുക. 3 കിട്ടി.
രണ്ടാമത്തെ സംഖ്യയെ വീണ്ടും 3 കൊണ്ട് ഗുണിക്കുക, 9 കിട്ടി. മൂന്നാമത്തെ സംഖ്യയെ വീണ്ടും 3 കൊണ്ട് ഗുണിക്കുക, 27, 81 അങ്ങനെയാണ് ലഭിക്കുന്നത്. മുൻപ് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യനെയും ചെയ്താൽ എന്താണ് കിട്ടുക? ആദ്യത്തെ 4 നമ്പർ എടുക്കുക, ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, പിന്നെ മിഡിൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. പിന്നെ 3 നമ്പേഴ്സ് എടുക്കുക, ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, അതിന് മിഡിലുമായിട്ടുള്ള ബന്ധം എന്താണ്? ഓക്കെ, ഇവിടെ നമ്മൾ 3 നമ്പേഴ്സ് എടുക്കുകയാണ്. 1, 3, 9, 27. ആദ്യത്തെ സംഖ്യയായ 1നെ നാലാമത്തെ സംഖ്യയായ 27 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 27 ആണ്. പിന്നെ മിഡിൽ വരുന്ന 2 സംഖ്യകൾ 3 × 9 കിട്ടുന്നത് 27 തന്നെയാണ്. ഇതേപോലെ ലഭിക്കാനുള്ള കാരണം എന്താണ്? മിഡിൽ വരുന്ന 2 സംഖ്യകൾ ശ്രദ്ധിക്കുക, 3ഉം 9ഉം. അതെങ്ങനെയാണ് വരുന്നത്? ഒന്നാമത്തെ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 3 കിട്ടിയത്. നാലാമത്തെ സംഖ്യയായ 27നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 9 കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവ തമ്മിലുള്ള ഗുണിക്കുമ്പോൾ 3ഉം 9ഉം ഗുണിക്കുമ്പോൾ 27 കിട്ടാൻ കാരണം. അടുത്തത് 3 സംഖ്യകളാണ് എടുക്കേണ്ടത്. 1, 3, 9 എടുക്കുകയാണ്. ആദ്യത്തെയും അവസാനത്തെയും സംഖ്യയാണ് ഗുണിക്കേണ്ടത്. 1 × 9 = 9. മിഡിൽ വരുന്ന സംഖ്യയായ 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ആദ്യത്തെ സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് മിഡിൽ വരുന്ന സംഖ്യ തന്നെയാണ്. മൂന്നാമതായിട്ട് വരുന്ന 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴും വരുന്നത് മിഡിൽ വരുന്ന അതേ സംഖ്യ തന്നെയാണ്. 3 × 3 എന്തായിരിക്കും? 9 ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 3 ആൻഡ് ദ ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 3 ഗെറ്റിംഗ് ദ മിഡിൽ നമ്പേഴ്സ് 3 and 9. സോ 3 × 9 = 27. രണ്ടാമത്തെ ചോദ്യത്തിന് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 3 ആൻഡ് ദ ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 3 ഗെറ്റിംഗ് ദ മിഡിൽ നമ്പർ 3. സോ 3 × 3 = 9.